എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് മാർച്ച് 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ ടെമ്പറൻസ്, പേജ് ഓഫ് സോർഡ്സ്, 8 ഓഫ് ഫോൺസ്, സൺ കാർഡ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് ഹെർമിറ്റ് മോഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ടെമ്പറൻസ് എനർജി കണക്ഷൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒത്തിരി ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകുന്നൊരു സമയം എന്ന് പറയാം. സ്ഥിരത ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലായിരിക്കാം. ഇപ്പോൾ ജോലിയിലൊരു സ്ഥിരത ഇല്ലാതിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജോലിയിൽ സ്ഥിരത, ഇപ്പോൾ ടെമ്പററി പോസ്റ്റാണ് നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ഒരിടത്തൊരു ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് പൊസിഷനിലേക്ക് പോകുന്നതും ആവാം. വർക്ക് പെർമനൻ്റ് ആക്കി കിട്ടുന്നു. ഇപ്പോൾ ജോലിയിൽ കയറിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ, അപ്പോൾ പ്രൊബേഷണറി പീരീഡാണ്. ഇപ്പോൾ പ്രൊബേഷൻ മാറി നിങ്ങൾ പെർമനൻറ്റ് പൊസിഷനിലേക്കാക്കി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാത്തവരെ ചില ആളുകളെ സംബന്ധിച്ച് സെറ്റിലാവുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ ജോലി കാര്യങ്ങളൊക്കെ ആയി, അപ്പോൾ പക്ഷെ നിങ്ങൾ സെറ്റിൽ ആയി എന്നുള്ളത്, അതായത് ഇനി സ്ഥിരമായിട്ട് ഇവിടെയാണ് അല്ലെങ്കിൽ ഇതാണ് ഇവിടെയാണ് ഞാൻ ഇനി താമസിക്കാൻ പോകുന്നത് എന്നുള്ളൊരു രീതി കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് മാറിയതായിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ 2 വർഷമായി, എന്നിട്ടും നിങ്ങൾക്കൊരു ഫീലിംഗ് ഇതുവരെ വന്നിട്ടില്ല ഇവിടെ സെറ്റിലാകുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു ഉറപ്പ് ഞാനിവിടെയാണ് ഇനി സെറ്റിലാവുന്നത്, ഇനി ഇവിടെ താമസിക്കാൻ പോകുന്നു എന്നൊരു ചിന്തയാവാം. വിദേശത്ത് താമസിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതാണ് ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു സമയം എന്നുള്ള രീതിയിൽ പറയാം. മറ്റു ചിലരെ സംബന്ധിച്ച് ഒരു എനർജി എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ കരിയറിലൊക്കെ ഒരു പരിധിവരെ മുന്നേറി ഫാമിലി ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നപ്പോൾ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഒരു കുട്ടി എന്നുള്ളൊരിത് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് സെറ്റിലായിട്ട് മതി എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊന്ന് സെറ്റിലായി, ഒരു കുട്ടി സ്വന്തം ആയിട്ട് ലൈഫൊക്കെ നല്ല രീതിയിൽ സെറ്റിലായി, ഇനി ഒരു കുട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളൊരു ചിന്തയോ അല്ലെങ്കിൽ ഒരു കുട്ടി എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നതാവുക പ്രഗ്നൻസി സിറ്റുവേഷൻ ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ജനറലി പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള കാര്യങ്ങളാവാം. നിങ്ങളുടെ ലൈഫിൽ ഏതാണ് റെസൊനേറ്റ് ആവുന്നത് അത് ചൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി, പേജ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ കൊണ്ടുതരുന്നൊരു സമയം എന്ന് പറയും. ഇപ്പോൾ ശരിയായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ചുറ്റിനും. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നതിനെയും കൂടാതെ നിങ്ങളായിട്ട് പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളത്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അവസരം നമ്മളെ തേടി വരുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. കാരണം ചിലപ്പോഴൊക്കെ ഓരോ അവസരവും എൻ്റെ മുമ്പിലേക്ക് വരുന്നില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ടേക്ക് പോകും എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടാവാം. അപ്പോൾ നമ്മുടെ ചുറ്റിനും അവസരങ്ങളില്ല എങ്കിൽ നമ്മളായിട്ട് അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയസാധ്യത അല്ലെങ്കിൽ വിജയം, സാമ്പത്തിക നേട്ടം, അപ്പോൾ തീർച്ചയായിട്ടും ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാവാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളായിട്ട് ചുറ്റിനും സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. നിങ്ങളിലുള്ള ചില കഴിവുകളാവാം, നിങ്ങൾ ഇതുവരെ കണ്ടില്ല എന്ന് നടിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ, ആർട്ടിസ്റ്റിക് എബിലിറ്റീസ് ആവാം. അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ലൈഫിൽ എന്താണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങളെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആ ഒരു ഐഡിയ കൊണ്ടുവരുന്നുണ്ടാവും, പക്ഷേ ചുറ്റുമുള്ള ചില ആളുകളും മറ്റുള്ളവർ ആ ഒരു ഐഡിയയിൽ പിടിച്ച് കയറി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം കാരണം നിങ്ങൾ ആ ഒരു ഐഡിയ ആയിട്ട് മുന്നോട്ടേക്ക് വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, തുടങ്ങി വെച്ചിട്ട് പിന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അധികം പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങളൊരു കാര്യം തുടങ്ങി അതിലേക്ക് വന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക, അല്ലാണ്ട് ജസ്റ്റ് തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ,
അതാണ് സൂചിപ്പിക്കുന്നത്. 8 ഓഫ് ഫോൺസ് എനർജിയാണ്. കാരണം ഇവിടെ പലപ്പോഴായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യം തുടങ്ങുമ്പോൾ നന്നായിട്ട് പോകും, പക്ഷെ പിന്നീട് അത് നല്ല രീതിയിൽ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നായിരിക്കാം. പക്ഷെ അതങ്ങനെയല്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു കാര്യം തുടങ്ങുമ്പോൾ ഭയങ്കര അധികം ആകാംക്ഷഭരിതരായിരിക്കും, അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങളെന്താണ് ഒരു കാര്യം തുടങ്ങി വെച്ച ആ ഒരു ആകാംക്ഷ അതുമായിട്ട് മുന്നോട്ടേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ, സ്റ്റാർട്ട് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ വളരെ നല്ല ഉത്സാഹമായിരിക്കും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാകും. അപ്പോൾ ഇത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നല്ലൊരു ഫാസ്റ്റ് ഗ്രോത്താണ് അവിടെ സൂചിപ്പിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ യാത്രകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് യാത്രകളാണ്. അപ്പോൾ ദീർഘദൂരമുള്ള യാത്രകൾ 14, 12 അല്ലെങ്കിൽ 22 മണിക്കൂറൊക്കെയുള്ള യാത്രകൾ, കുറച്ചധികം ദൂരത്തേക്കുള്ള യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശ രാജ്യത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമാവാം, മറ്റൊരിടത്തേക്കുള്ളൊരു യാത്ര, മറ്റൊരു ദേശത്തേക്കുള്ളൊരു യാത്രയാവാം കൂടുതൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വാക്കുകൾ, നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെയധികം പെട്ടെന്ന് ധൃതി പിടിച്ച് സംസാരിക്കുന്നു എന്നുള്ളതുണ്ട്. അതേപോലെ വ്യക്തതയില്ലാതെ സംസാരിക്കുന്ന ആ സിറ്റുവേഷൻസൊക്കെ ഒന്ന് മാറ്റി ധൃതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വ്യക്തതയില്ലാതെ കാര്യങ്ങൾ പറയാതിരിക്കുക. ചില സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാത്തത് മൂലം നിങ്ങൾക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് വ്യക്തതയോടുകൂടി സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. സൺ കാർഡാണ്. നിങ്ങൾ ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരും, അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കും, പുതിയ ഐഡിയ പിച്ച് ചെയ്യും, ബിസിനസ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പുതിയ പ്രൊജക്റ്റ്, നിങ്ങളുടെ വർക്ക് ആയിക്കൊള്ളട്ടെ, ഒത്തിരി കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ പറയുന്നത് വ്യക്തമായിട്ട് പറഞ്ഞാലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ധൃതി പിടിച്ച് സംസാരിക്കുക, അതാദ്യം ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. കാരണം വളരെ വ്യക്തതയോട് കൂടിയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് ആളുകളിലേക്ക് എത്തുന്നുണ്ട് കറക്റ്റായിട്ട്. ആ ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. സാമ്പത്തിക നേട്ടം സൂചിപ്പിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക നേട്ടം സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അതായത് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക നേട്ടം കാണിക്കുന്നത്. അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തിക നേട്ടം കാണിക്കുന്നു. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ പ്രമോഷനോ ശമ്പള വർധനവോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കാര്യവും വച്ചിട്ടുള്ള നേട്ടമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ജോലി സംബന്ധമായിട്ടാവാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ സ്വത്ത് വകകൾ, നിങ്ങളുടെ വീടോ മറ്റെന്തെങ്കിലും വസ്തുവകകളൊക്കെ ഉണ്ടാവാം, അത് ക്രയവിക്രയം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാവാം. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ വീട് വാങ്ങിക്കുക, സ്ഥലം വിൽക്കുകയോ മറ്റൊക്കെ ചെയ്യുന്നതാവാം. അതുപോലുള്ള കാര്യങ്ങളിലൂടെ ധനം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈവൻ വാങ്ങിക്കുന്നതും ഏതെങ്ങനെയാണ് ധനം കയ്യിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്നത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ധനം നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലാവാം ചില കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ. നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പം ഇവിടെ റിലേഷൻഷിപ്പിൽ കുറച്ച് എന്താ പറയുക, നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തി, നിങ്ങളെ ഏറ്റവും അടുപ്പമുള്ള വ്യക്തി കുറച്ച് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാവും, ടോക്സിക് ആയിരിക്കും. അപ്പോൾ അത് ടോക്സിക് ആയിട്ടുള്ള ആ ഒരു ബന്ധം നിങ്ങൾക്ക് ഒത്തിരി നാളുകളായിട്ട് ആ ബന്ധം തുടരുന്നുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടും അതിൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് അത്രയധികം നിങ്ങളെ സ്ട്രെസ്ഫുൾ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫൈനലി നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടാവാം. ഹസ്ബൻഡ് വൈഫാണെങ്കിൽ ഡിവോഴ്സോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബ്രേക്കപ്പോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈവൻ പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ചില ആളുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ഹെർമിറ്റ് മോഡാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വളരെ അടുത്ത സുഹൃത്താവാം, അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം പകർത്തുന്ന ഒരു വ്യക്തിയാവാം. ആ വ്യക്തിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നത്.
പിന്നെ വീട്ടമ്മമാർ, പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം നിങ്ങൾ കുറച്ചുകൂടി സമൂഹത്തിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നു, പുതിയ ആളുകളെ പരിചയപ്പെടുന്നു. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളത് എന്താണ്, അല്ലെങ്കിൽ സൗഹാർദ്ദപരമായിട്ട് നിങ്ങളെപ്പോഴും എന്ത് കാര്യത്തിൽ നിങ്ങളെ കുറ്റം പറയുന്നതല്ലാതെയുള്ള ആളുകൾ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിങ്ങളുടെ കുറ്റം അല്ല എന്നുള്ളത് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.